എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഇറാൻ ഇസ്രായേൽ യുദ്ധഭീതിയും യുദ്ധ ആശങ്കയും അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഹമാസ് ഇസ്രായേൽ പ്രശ്നങ്ങളും അതുപോലെ റഷ്യ യുക്രൈൻ പ്രശ്നങ്ങളും രൂപയുടെ മൂല്യം കുറയലും എല്ലാം കൂടെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പോയത്. 21,770 എന്ന ലെവലിലേക്ക് കൂപ്പുകുത്തിയെങ്കിലും അവിടെ നിന്നും താഴേക്ക് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും. പക്ഷേ അത്ഭുതകരമായ ഒരു റിക്കവറിയാണ് വെള്ളിയാഴ്ച നടന്നത്. അതിന് കാരണവുമുണ്ട്. മൊത്തത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് ഒരു കെട്ടിച്ചമച്ച് അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് വല്ലാതെ ഭീകരതപ്പെടുത്തിയതാണെന്ന് ഒരു അഭ്യൂഹം വരികയും അത് മാർക്കറ്റിനും അതുപോലെ വിദേശ നിക്ഷേപകർക്കും അതൊരു പോസിറ്റീവ് എനർജി നൽകിയത് കാരണം കൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. എന്നിരുന്നാലും മാർക്കറ്റ് ഇപ്പോഴും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ശനിയാഴ്ച, അതായത് ഇന്നലെ വരാനിരുന്ന HDFCയുടെ റിസൾട്ടിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാർക്കറ്റിനെ ഒരു H ലെവലിലാണ് നിർത്തിയത്. അതായത് മതിലിന് മുകളിലിരിക്കുന്ന പൂച്ച, ആ മതിലിന് മുകളിലിരിക്കുന്ന പൂച്ചയ്ക്ക് ഏത് നിമിഷവും അങ്ങോട്ട് വേണമെങ്കിലും ചാടാം, ഇങ്ങോട്ട് വേണമെങ്കിലും ചാടാം. ആ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റിനെ വെള്ളിയാഴ്ച നിർത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് മേൽപോട്ട് പോകാനും മതി, അതേസമയം ഇവിടെ നിന്ന് കീഴ്പോട്ട് വരാനും മതി എന്നുള്ള ഒരു ലെവലിലാണ് വെള്ളിയാഴ്ച മാർക്കറ്റിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇനി ശനിയാഴ്ച വന്ന HDFC ബാങ്കിൻ്റെ റിസൾട്ട് അത്ര തൃപ്തിപ്പെടുത്തുന്നതായിരുന്നില്ല. മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച മാർക്കറ്റ് 1 മണിക്കൂർ താഴെയാണ്, അതായത് ഈ ട്രെൻഡ് ലൈനിന് താഴെയാണ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ക്ലോസിംഗ് സമയത്ത് ഈ നേരത്തെ പറഞ്ഞ രൂപത്തിൽ HDFC ബാങ്കിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ലൈനിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് HDFC ബാങ്കിന് പോസിറ്റീവായ റിസൾട്ടാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റിനെ മേലെ കൊണ്ടുപോകാനും അല്ല നെഗറ്റീവ് റിസൾട്ടാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു പൊസിഷനിലാണ് മാർക്കറ്റിനെ കൊണ്ട് നിർത്തിയത്. അതുകൊണ്ട് തന്നെ HDFC തൃപ്തികരമല്ലാത്ത റിസൾട്ടായതുകൊണ്ട് മൺഡേ, അതായത് നാളെ മാർക്കറ്റ് താഴേക്ക് തന്നെ വരാനാണ് സാധ്യത. താഴെ വരിക എന്ന് വെച്ചാൽ ഇനി ഏകദേശം എലക്ഷൻ കഴിയുന്നതോടുകൂടി 21,000 എന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല. നേരത്തെ തന്നെ പല വീഡിയോകളിലും പറഞ്ഞ കാര്യമാണ്, മാർക്കറ്റ് 21,000 വരാതെ മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല എന്നുള്ളത്. പക്ഷേ അതിനു മുമ്പായി മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടും. അത് മാർക്കറ്റിൻ്റെ സ്വഭാവമാണ്. ന്യൂസ് ബേസ് ഉണ്ടാവാം, ആഗോളതലത്തിലുള്ള ഇഷ്യൂസ് വരും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ മേലേക്ക് പോകും, താഴേക്ക് വരും. പക്ഷേ ഓവറാൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് 21,000 വരാതെ പോകില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യൂ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് നിങ്ങൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ വാക്കുകൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ വരും എന്നുള്ളത് ഒരു കടുപ്പിച്ച് പറയലല്ല, എൻ്റെ വ്യൂസാണ്, എൻ്റെ കാഴ്ചപ്പാടാണ്. എന്തായാലും തിങ്കളാഴ്ച HDFC ബാങ്ക് തൃപ്തികരമല്ലാത്ത ഒരു റിസൾട്ട് തന്നതുകൊണ്ട് അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ മൺഡേ മാർക്കറ്റിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് വരാൻ തന്നെയാണ്, അത് ഡൗണിലേക്ക് തിങ്കളാഴ്ച വരാൻ തന്നെയാണ് സാധ്യത. എന്നാൽ മാർക്കറ്റിനെ എന്തിനാണ് ഈ ലൈനിന് മുകളിലേക്ക് കൊണ്ടുവന്ന് ക്ലോസ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ മാർക്കറ്റിനെ മുകളിലേക്ക് പോകാനും താഴേക്ക് വരാനും സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിലയിലേക്ക് കൊണ്ടുവന്നാൽ ട്രേഡേഴ്സിന് അതൊരു ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുട്ട് കൺഫർമേഷനോ അല്ലെങ്കിൽ കോൾ കൺഫർമേഷനോ ഇല്ലാത്ത സാഹചര്യം ആവുന്നതുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കണക്കൂട്ടൽ, അതായത് ബിഗ് പ്ലെയേഴ്സിൻ്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം അവർക്ക് അവരുടെ പ്രോഫിറ്റ് എടുക്കുന്നതിന് അത് സുഗമമായി തന്നെ പോകും. അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റിനെ അപ്രതീക്ഷിതമായ ഒരു റാലിയിലൂടെ HDFC ബാങ്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു ലെവലിലേക്ക്, അതായത് താഴേക്കും മേലേക്കും എവിടേക്കാണ് പോകുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ സോണിൽ കൊണ്ടു നിർത്തിയത് എന്ന് വേണം നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമാനമായ രീതിയിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും. അതിൻ്റെ ചാർട്ട് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബാങ്ക് നിഫ്റ്റിയെയും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂറോളം ഈ ലൈനിന് താഴെ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ഫ്രൈഡേ അപ്രതീക്ഷിതമായ ഒരു റാലി. അതിൻ്റെ മുഖ്യമായ ഘടകം ഒന്ന് ഈ യുദ്ധസമാനമായ, അതായത് യുദ്ധം കൊടുമ്പിരിക്കൊള്ളും എന്നുള്ള ഒരു ഭീതി ഒഴിഞ്ഞതും
അതോടൊപ്പം തന്നെ ഇറാൻ തൽക്കാലം ഇപ്പോൾ വിട്ട ഡ്രോണുകൾ കളിപ്പാട്ടങ്ങളായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാവില്ല എന്നുള്ള ഒരു വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയും മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ട്രേഡേഴ്സിനെ സ്വാധീനിച്ചതും കാരണം കൂടിയാണ്. തീർച്ചയായും വെള്ളിയാഴ്ച അതായത് HDFCയിൽ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പ്രോഫിറ്റ് ലഭിക്കാത്തത് കൊണ്ട് തീർച്ചയായും ആ ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് തിങ്കളാഴ്ച കാണാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 44,400 സംതിങ് 400-നടുത്തേക്ക് ബാങ്ക് നിഫ്റ്റിയും വരും എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇനി നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് മാറ്റി നോക്കിയാൽ തന്നെ ഒന്ന് കാണാൻ കഴിയും. നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന അടയാളമാണ് ഈ ഒരു പ്രീവിയസ് വീക്കിലെ ഷൂട്ടിംഗ് സ്റ്റാർ. ആഴ്ചകളായി മാർക്കറ്റ് ഒരു ഡൗൺ സെൻറ്റിമെൻറ്റ് തന്നെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന അടയാളമാണ് ഇവിടെ പ്രീവിയസ് വീക്കിലിയിലെ വന്നിരിക്കുന്ന ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ. ഇത്രയും വലിയ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ അത് എത്രത്തോളം സെല്ലിംഗ് പ്രഷറെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയും. നോക്കൂ, ഇതിൻ്റെ സെല്ലിംഗ് പ്രഷറാണ് ഈ ആഴ്ച, അതായത് കഴിഞ്ഞ ആഴ്ച. ഇതിനു മുമ്പുള്ള വീക്കിലികളിൽ ഒന്നും ഇതുപോലുള്ള ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഇത്ര സ്ട്രോങ് ആയി ഇത്ര വലിയ ഒരു ക്യാൻഡിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ സെല്ലിംഗ് പ്രഷർ ഈ ഒരു ലൈനിനെയും കടന്ന് താഴെ പോയെങ്കിലും പക്ഷേ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ഈ ലൈനിന് മുകളിലാണ്. എന്നിരുന്നാലും ഇതിൻ്റെ സെല്ലിംഗ് പ്രഷർ വീണ്ടും ഈ മാർക്കറ്റിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ലൈൻ, അതായത് ഇവിടെ താഴെ വന്നിരിക്കുന്ന, ഇത് നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമാണ്, താഴെ വന്നിരിക്കുന്ന ഈ ഒരു ലൈൻ ഈ ട്രെൻഡ് ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് തിരിച്ച് മുകളിലേക്ക് പോകാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞു വരുന്നത്. ഏകദേശം 1.5-2 മാസത്തിനുള്ളിൽ നമ്മുടെ കണക്കൂട്ടലുകൾ കാണിക്കുന്നത്. നമ്മുടെ നിഗമനം ഏതായിരുന്നാലും നമുക്ക് മാർക്കറ്റിൽ കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവലുകൾ ഒന്ന് പരിശോധിക്കാം. ആദ്യമായി നിഫ്റ്റി സപ്പോർട്ട് എടുക്കുക 22,085 അതിനും താഴെ വരികയാണെങ്കിൽ 21,940 വരെ വരാൻ മൂന്നാമത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 21,830. ഇതാണ് നിഫ്റ്റിയുടെ സപ്പോർട്ടുകൾ. റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ 22,180 ഫസ്റ്റ് റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുക. 80-85 ലെവലായിരിക്കും. സെക്കൻഡ് റെസിസ്റ്റൻ്റായി ആക്ട് ചെയ്യാൻ സാധ്യത കാണുന്നത് 22,300. തേർഡ് റെസിസ്റ്റൻ്റ് 22,350. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻ്റായി ആക്ട് ചെയ്യുക 47,750. സെക്കൻഡ് 48,100. തേർഡ് റെസിസ്റ്റൻ്റ് 48,250. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക 47,380 സെക്കൻഡ് സപ്പോർട്ട് 47,170. അതിനും താഴെ വരികയാണെങ്കിൽ 47,000. ഇതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള 2 ഇൻട്രാഡേ സ്റ്റോക്കുകൾ പരിചയപ്പെടാം. അതിനു മുമ്പ് വെള്ളിയാഴ്ചത്തേക്ക് കൊടുത്ത 2 ഇൻട്രാഡേ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് PVR INOX ആയിരുന്നു. 1442 ഒരു ബൈ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തത് 1440 അതുകൊണ്ട് അതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. രണ്ടാമത്തേത് കൊടുത്തത് JSW എനർജിയാണ്. JSW എനർജിയിൽ 634 ഒരു ബൈ എൻട്രി ആയിരുന്നു. നമുക്ക് 12:15 ശേഷം ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. 634 എടുത്തത് 634 ഒരു എൻട്രി ലഭിച്ചു. ഫസ്റ്റ് ടാർഗറ്റ് 638 ആ 1 അവർ ക്യാൻഡിലിൽ തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് താഴത്തേക്ക് വരികയായിരുന്നു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെലഗ്രാം ചാനലിലെല്ലാം പറയുന്ന ഒരു കാര്യം, ഫസ്റ്റ് ടാർഗറ്റിൽ നമ്മൾ പരമാവധി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരേ ലെവലിലായിരിക്കില്ല പോകുക. ഇങ്ങനെ താഴെ വന്ന് മേലെ പോയി താഴെ വന്ന് മേലെ പോയി ഈ ഒരു ലെവലിലായിരിക്കും പോകുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ എൻട്രി എടുത്തു, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ എത്തി. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയായിരിക്കാം അല്ലെങ്കിൽ ഇവിടെയായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും താഴത്തേക്ക് തന്നെ വന്നു. നോക്കൂ, താഴെ വന്നതിന് ശേഷമാണ് അത് വീണ്ടും മേലേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് ഒരു പക്ഷേ ഇത് താഴെ വന്ന് റീട്രേസ് ചെയ്ത് മേലേക്ക് പോകുന്നില്ലെങ്കിൽ വീണ്ടും അത് താഴത്തേക്ക് വരാം. അപ്പോൾ നമുക്കിവിടെ എന്താണ് ബെറ്റർ? ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ നമ്മൾ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക.
അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരാതെ ഒരു റീട്രേസ്മെൻറ്റ് കാണുന്നില്ല എങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ. അതുകൊണ്ടാണ് എപ്പോഴും ടാർഗറ്റ് പല വിധത്തിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതിപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻ ആയാലും സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിലും നിങ്ങൾ ഏത് ട്രേഡുകൾ എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം അത് താഴത്തേക്ക് വന്നു അല്ലെങ്കിൽ താഴത്തേക്ക് വരാതെ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം ഇവിടെ കടന്ന് കുറച്ച് നേരം ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തു. നമ്മൾ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം? നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കാം. ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേഷൻ ചെയ്ത് വീണ്ടും നമ്മൾ പ്രോഫിറ്റ് ചെയ്ത ഭാഗത്ത് നിന്ന് അത് മേലേക്ക് തന്നെ പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് എടുക്കാമല്ലോ വീണ്ടും. നമുക്ക് എന്താണ് അവിടെ ഒരു നഷ്ടം? ബ്രോക്കറേജ് ഒരു 60 രൂപ അല്ലെങ്കിൽ ഒരു 50-70 അത്രേ നമുക്ക് നഷ്ടപ്പെടാനുള്ളൂ. ഒരു പക്ഷേ ഇവിടെ കൺസോൾട്ടേഷൻ ആവാതെ വീണ്ടും താഴത്തേക്ക് തന്നെ വന്നാലോ, നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമായില്ലേ? അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഫസ്റ്റ് ടാർഗറ്റിൽ പരമാവധി ബുക്ക് ചെയ്ത് മാറി നിൽക്കുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കുക. വീണ്ടും ചിലപ്പോൾ നമുക്ക് എൻട്രി ലഭിക്കില്ല, നേരെ വീണ്ടും മേലേക്ക് തന്നെ പോയേക്കാം. പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, വിഷയമില്ല. അത് വല്ലപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്, അത്യപൂർവം സംഭവങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോഴും ഞങ്ങൾ കൊടുക്കുന്ന ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്ത് ഇറങ്ങാൻ ശ്രമിക്കുക. പിന്നീട് വീണ്ടും അവിടുന്ന് പോകണമെങ്കിൽ ഞങ്ങൾ തന്നെ ഇൻഫർമേഷൻ തരാം. അപ്പോൾ ആ ഒരു ഫോളോ അപ്പ് നിങ്ങളിൽ ഉണ്ടാവണം. ആർക്കെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്ന് ട്രേഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്കുണ്ട്, ജോയിൻ ചെയ്ത് ടെലിഗ്രാമിലേക്ക് വരാം. അവിടെ ഫ്രീ സിഗ്നലുകളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ദിവസത്തേക്കുള്ള 2 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് MFSL ആണ്. 1034 ഒരു ബൈ എൻട്രി പോകാം. 1028 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1042, 1048 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഇനി അഥവാ താഴേക്കാണ് വരുന്നതെങ്കിൽ 1015 ഒരു സെൽ എൻട്രി, 1023 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1007, 1001 വരെ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് റിലയൻസ് ആണ്. റിലയൻസിലും നമുക്കൊരു ബൈ എൻട്രിയും സെൽ എൻട്രിയും പോസിബിളാണ്. 2955 അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി കൊടുക്കാം. 2943 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 2967, 2977 വരെ നമുക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ 2930 ഒരു സെൽ എൻട്രി പോസിബിളാണ്. സ്റ്റോപ്പ് ലോസ് 2940, ടാർഗറ്റ് 2920, 2910 എന്നിങ്ങനെ വയ്ക്കാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ടുകൂടെ എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, നാളെ മാർക്കറ്റിൽ കാണാം. ബൈ.